ഇനി ചില സ്പെഷ്യൽ ഇൻ്റഗ്രൽ ഫങ്ഷൻസ്, ബീറ്റ ഫംഗ്ഷനും ഗാമ ഫംഗ്ഷനും. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻസ് പ്രകാരം ചില എമ്മിനും എന്നിനും ഈ ഇൻ്റഗ്രൽസ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഫങ്ഷൻസ് ഇൻ്റഗ്രൽസ് കൺവേർജ് ചെയ്യുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തേത് ബീറ്റ ഫംഗ്ഷൻ. ബീറ്റ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ, കൺവേർജൻസ്, പ്രോപ്പർട്ടീസ് ആൻഡ് പ്രോബ്ലംസ് അത്രയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെയാണ് ബീറ്റ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത്. ഇഫ് എം ആൻഡ് എൻ ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഒന്നൊന്നും പറയുന്നില്ല, ഫ്രാക്ഷൻസും വരാം. സോ എമ്മും എന്നും പോസിറ്റീവ് ആവുന്ന കേസിൽ ദെൻ ദ ഇൻ്റഗ്രൽ 0 to 1, so limit to 0 to 1 ആണ് x raised to m minus 1 into 1 minus x the all raised to n minus 1 dx is called beta function or Eulerian integral of first kind എന്നും വിളിക്കും. നൊട്ടേഷൻ b of mn എന്നോ അല്ലെങ്കിൽ ബീറ്റ ഓഫ് mn എന്നോ ഏത് നൊട്ടേഷൻ വേണമെങ്കിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ എമ്മും എന്നും 1നേക്കാൾ വലുതാണെങ്കിൽ ഈ പവേഴ്സ് പോസിറ്റീവ് പവേഴ്സ് ആവും. അപ്പോൾ ഈ ഇൻ്റഗ്രലിന് യാതൊരു പ്രശ്നമില്ല, നമ്മൾ സാധാരണ ഡീൽ ചെയ്യുന്ന ഇൻ്റഗ്രൽ തന്നെയാണ്, അല്ലെങ്കിൽ പ്രോപ്പർ ഇൻ്റഗ്രലായിട്ട് വരും. അതേസമയം എമ്മോ ഇനി അല്ലെങ്കിൽ എന്നോ ഏതെങ്കിലും ഒന്നെങ്കിലും ലെസ് ദാൻ 1 ആവുന്ന സമയത്ത് ഈ പവർ നെഗറ്റീവ് ആവും. നെഗറ്റീവ് വരുമ്പോൾ നമ്മളതിനെ ഡിനോമിനേറ്ററിൽ കൊണ്ടുപോകും. ഈ എക്സിൻ്റെ പവറാണ് നെഗറ്റീവ് വരുന്നതെങ്കിൽ അത് ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 0 അത് അൺബൗണ്ടഡ് ആവും. അതേപോലെ ഈ 1 മൈനസ് എക്സിൻ്റെ പവറാണ് നെഗറ്റീവ് വരുന്നതെങ്കിൽ അത് ഡിനോമിനേറ്ററിൽ കൊണ്ടുവരുമ്പോൾ 1ൽ അത് അൺബൗണ്ടഡ് ആവും. സോ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കേസിൽ ഇതിൻ്റെ കൺവേർജൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഈ ബീറ്റ ഫംഗ്ഷൻ്റെ കൺവേർജൻസ് നോക്കിയാൽ ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, എമ്മും എന്നും രണ്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഇറ്റ്സ് എ പ്രോപ്പർ ഇൻ്റഗ്രൽ. അപ്പോൾ അവിടെ കൺവേർജൻസിൻ്റെ പ്രശ്നമില്ല. ഇഫ് 0 ലെസ് ദാൻ m ലെസ് ദാൻ 1 or 0 less than n less than 1, beta mn is an improper integral of second kind. And unbounded എന്നുള്ള കേസ് വരും. So integral 0 to 1 x raised to m minus 1 into 1 minus x the all raised to n minus 1 dx എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തൽക്കാലം ഇങ്ങനെ ചിന്തിക്കൂ, രണ്ടും ലെസ് ദാൻ 1 ആവുന്ന കേസ് ചിന്തിക്കൂ. അപ്പോൾ ഏതെങ്കിലും ഒന്നാണെങ്കിൽ ഞാൻ ഈ പറയുന്നതിൻ്റെ പകുതിയല്ലേ വരുള്ളൂ. അപ്പോൾ രണ്ടും ലെസ് ദാൻ 1 ആവുന്ന സമയത്ത് രണ്ടും ഈ എക്സിൻ്റെ പവറും 1 മൈനസ് എക്സിൻ്റെ പവറും നെഗറ്റീവ് ആകുമ്പോൾ നമ്മളിതിന് ഡിനോമിനേറ്ററിൽ എഴുതുമ്പോൾ 0ലും അൺബൗണ്ടഡ് ആവും, 1ലും അൺബൗണ്ടഡ് ആവും. അപ്പോൾ ആ കേസിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. അത് നടുക്കുള്ള ഒരു പോയിന്റ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. ഞാൻ 1/2 എടുക്കുന്നു. So x raised to m minus 1 into 1 minus x all raised to n minus 1 dx plus integral 1/2 to 1 x raised to m minus 1 into 1 minus x all raised to n minus 1 dx. പറഞ്ഞു, ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് രണ്ടും എമ്മും എന്നും ലെസ് ദാൻ 1 ആയിട്ട് ഈ രണ്ട് പവറും നെഗറ്റീവായിട്ട് വരുന്ന കേസാണ്. അപ്പോൾ ഇവിടെ ഈ കേസിൽ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ 0ൽ ഇപ്പോൾ എക്സിൻ്റെ പവർ നെഗറ്റീവ് ആണ്. എക്സിൻ്റെ പവർ നെഗറ്റീവ് ആണ്, നമുക്ക് അതിൻ്റെ ഡിനോമിനേറ്ററിൽ എടുക്കാം. അപ്പോൾ 0ൽ ഇത് ഏതാവും? അൺബൗണ്ടഡ് ആവും. അപ്പോൾ ഞാൻ രണ്ട് കേസുകളായിട്ട് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് ഇതിനെ I1 എന്നും I2 എന്നൊക്കെ വിളിച്ച് സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ എടുക്കുന്നു, ലെറ്റ് f of x is equal to 1 minus x the all raised to n minus 1 divided by x raised to 1 minus n. കാരണം ഇത് നെഗറ്റീവ് പവറാണ്. ആൻഡ് g of x is equal to 1 by x raised to 1 minus n. Then f of x by g of x is equal to 1 minus x the all raised to n minus 1 എന്ന് മാത്രമേ വരുള്ളൂ. അതിൻ്റെ ലിമിറ്റ് ആസ് എക്സ് ടെൻസ് ടു 0 എടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആൻഡ് കാരണം 1 by x raised to അതൊക്കെ കട്ട് ചെയ്ത് പോയി ഈക്വൽ ടു നമുക്ക് 1 എന്ന് വരും. സിൻസ് ഇൻ്റഗ്രൽ 0 to 1/2 1 by x raised to 1 minus m dx converges
നമ്മളിവിടെ ഡീൽ ചെയ്യുന്ന എം 0-ൻ്റെയും 1-ൻ്റെ ഇടയ്ക്കാണ്. 0-ൻ്റെയും 1-ൻ്റെ ഇടയ്ക്കാവുന്ന സമയത്ത് 1 മൈനസ് അങ്ങനെ ഒരു ക്വാണ്ടിറ്റി തന്നാൽ ലെസ് ദാൻ 1 വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രൽ a to b 1/x മൈനസ് ചെയ്ത് ഓൾറൈസ് ടു p കൺവേർജസ് ഇഫ് p ലെസ് ദാൻ 1 എന്നുള്ളതുണ്ട്. അപ്പോൾ ഈ പവർ ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഇത് കൺവേർജസ്. സോ ബൈ കോഷ്യൻ ടെസ്റ്റ് ഡിനോമിനേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ന്യൂമറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യും. ഇൻ്റഗ്രൽ 0 to 1/2 x raised to m minus 1 into 1 minus x all raised to n minus 1 dx converges. ഇനി അതേപോലെ ഈ കേസിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0-ലായിരുന്നു അൺബൗണ്ടഡ് വരിക, ആൻഡ് ഇവിടെയാണെങ്കിൽ 1-ലാണ് അൺബൗണ്ടഡ്. കാരണം നമ്മൾ എമ്മും m-1 നെഗറ്റീവ് എന്നാണ് കൺസിഡർ ചെയ്തത്, n-1 നെഗറ്റീവ് എന്നാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ n 1-നേക്കാൾ ചെറുത്. അപ്പോൾ ആ കേസിൽ ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ എടുക്കാം. f of x is equal to 1 minus x ആണല്ലോ, ഈ പവറും നെഗറ്റീവാണ് ആൻഡ് 1-ലാണ് അൺബൗണ്ടഡ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത് x raised to m-1. ഇത് തന്നെയാണ്, ഞാനത് ഒന്ന് താഴേക്കാക്കി എഴുതുന്നത് മാത്രമേ ഉള്ളൂ. എനിക്ക് g of x ചൂസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ആൻഡ് g of x is equal to 1/1 minus x the all raised to 1 minus n എടുക്കുന്നു. then f of x by g of x ൻ്റെ ലിമിറ്റ് ആസ് ഏത് പോയിന്റിലാണ് അൺബൗണ്ടഡ് 1-ൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത് പോകും, ഇവിടെ മാത്രമേ വരുള്ളൂ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 x raised to m-1 വരും. എക്സിന് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1. എഗെയിൻ സിൻസ് ഇൻ്റഗ്രൽ 1/2 to 1/1 minus x the all raised to p ആ ഫോമിൽ തന്നെയാണുള്ളത്, dx കൺവേർജസ്. ഇവിടെ കൺവേർജ് ചെയ്യാനുള്ള കണ്ടീഷൻ ഇതായിരുന്നു, പിയുടെ വാല്യൂ ലെസ് ദാൻ 1 ആവണം. n ലെസ് ദാൻ 1 ആയതുകൊണ്ട് 1 minus n is ലെസ് ദാൻ 1. അപ്പോൾ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ ബൈ കോഷ്യൻ ടെസ്റ്റ് നമ്മുടെ ഈ ഇൻ്റഗ്രൽ 1/2 to 1 x raised to m-1 into 1 minus x all raised to n-1 dx കൺവേർജസ്. അപ്പോൾ ഇത് കൺവേർജ് ചെയ്യുന്നു, ഇത് കൺവേർജ് ചെയ്യുന്നു, അതിൻ്റെ സമ്മം എന്ത് തന്നെയായി കൺവേർജ് ചെയ്യുന്നു. therefore integral 0 to 1 x raised to m-1 into 1 minus x all raised to n-1 dx converges. അല്ലെങ്കിൽ ഇവിടെ m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഇതൊരു പ്രോപ്പർ ഇൻ്റഗ്രലാണ്. ആദ്യമേ പറഞ്ഞു m n പോസിറ്റീവ് ആണ്. അപ്പോൾ 0 to 1-ലാണ് വരുന്നതെങ്കിൽ അവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും 0 to 1-ൽ വരുന്ന കേസ് ഞാൻ കൺസിഡർ ചെയ്തു. ഇനി അല്ല ഏതെങ്കിലും ഒന്നേ 0 to 1-ൽ വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ. അപ്പോൾ രണ്ടും 0 to 1-ൽ വരുന്ന കേസിൽ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 0-ൽ അൺബൗണ്ടഡ് ആവും, ഇവിടെയാണെങ്കിൽ 1-ൽ അൺബൗണ്ടഡ് ആവും. രണ്ടും ഇംപ്രോപ്പർ ഓഫ് സെക്കൻഡ് കൈൻഡ് ആണ്. അതിൻ്റെ കണ്ടീഷൻസും കോഷ്യൻ ടെസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് രണ്ടും കൺവേർജസ് എന്ന് കിട്ടി. സോ ബീറ്റ ഫംഗ്ഷൻ എമ്മിൻ്റെ എന്നിൻ്റെയും ഏത് വാല്യൂ ആണെങ്കിലും കൺവേർജ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസിലോട്ട് കിടക്കാം. പ്രോപ്പർട്ടീസിൽ ആദ്യം ബീറ്റ എം എൻ ഇസ് ഈക്വൽ ടു ബീറ്റ എൻ എം. ഇപ്പോൾ എമ്മും എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാലും ബീറ്റ ഫംഗ്ഷൻ ചേഞ്ച് ഒന്നും ഇല്ല. സോ ബീറ്റ ഫംഗ്ഷൻ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ബീറ്റ എം എൻ ഇസ് ഇൻ്റഗ്രൽ 0 to 1 x raised to m-1 into 1 minus x the all raised to n-1 dx. അതേസമയം ബീറ്റ എൻ എം ഇസ് ഇൻ്റഗ്രൽ 0 to 1 x raised to n-1 into 1 minus x the all raised to m-1 dx ആണ് ബീറ്റ എൻ എം. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എക്സിൻ്റെ പവർ m-1 ഉള്ളത് n-1 ആവും. അല്ലെങ്കിൽ ഇവിടെയുള്ള 1 മൈനസ് എക്സിൻ്റെ പവർ ആയിരുന്നു n-1, അത് മാറിയിട്ട് എക്സിൻ്റെ പവർ ആവണം, വേരിയബിളിൻ്റെ പവർ ആവണം. 1 മൈനസ് വേരിയബിളിന് പകരം വേരിയബിളിലോട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നു. പുട്ട് 1 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് മൈനസ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ എന്ന് വരും. ആൻഡ് ലിമിറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സിനായിരുന്നു വേരിയബിൾ, എക്സിൻ്റെ വേരിയേഷൻ ഇസ് ഫ്രം 0 to 1. സോ നമ്മൾ പുതിയതിൽ വൈ ആയിരിക്കും. വൈയുടെ വേരിയേഷൻ വരാവുന്നത് എക്സ് 0 ആവുന്ന സമയത്ത് വൈ ഇസ് 1 ആൻഡ് എക്സ് 1 ആവുന്ന സമയത്ത് വൈയുടെ വാല്യൂ 0. സോ ഈ ഇൻ്റഗ്രൽ ഇങ്ങനെ മാറും. ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 എന്നുള്ളതിന് പകരം 1 to 0 ആൻഡ്
എക്സിന് പകരം 1 മൈനസ് വൈ വരും. സോ 1 മൈനസ് വൈ ഇത് ഓൾ റേസ് ടു എം മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് എന്നുള്ളത് വൈ ആവും. സോ വൈ റേസ് ടു എൻ മൈനസ് 1 ആൻഡ് ഡി എക്സ് എസ് മൈനസ് ഡി വൈ. സോ ഇവിടെ മൈനസ് എന്നുള്ളത് ഇങ്ങോട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് ചേഞ്ച് വരും, 0 to 1 ആവും. ദെൻ വേരിയബിൾസ് നോക്കുന്ന സമയത്ത് വൈ റേസ് ടു എൻ മൈനസ് 1 1 മൈനസ് വൈ ഇത് ഓൾ റേസ് ടു എം മൈനസ് 1. അപ്പോൾ വേരിയബിളിന് അവിടെ ഡെഫിനറ്റ് ഇൻ്റഗ്രലിൻ്റെ കേസിൽ പ്രാധാന്യമില്ല. അപ്പോൾ വൈനെ മാറ്റി എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതായി ദാറ്റ് ഇസ് ബീറ്റ എന്ന്. സോ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഡെഫിനറ്റ് ഇൻ്റഗ്രലിൻ്റെ കേസിൽ എങ്ങനെയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കും. രണ്ടാമത്തത് ബീറ്റ എം എൻ ഇസ് ഈക്വൽ ടു 2 times 0 to pi by 2 സൈൻ റേസ് ടു 2m minus 1 തീറ്റ ഇൻറ്റു കോസ് റേസ് ടു 2n minus 1 തീറ്റ. ഇതും ഇതേപോലെ തന്നെ നമുക്കറിയാം ബീറ്റ എം എൻ എന്ന് പറയുന്നത് ഇൻ്റർവൽ 0 to 1 എക്സ് റേസ് ടു എം മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് ഓൾ റേസ് ടു എൻ മൈനസ് 1 ഡി എക്സ് ആണ്. ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ. എക്സിന് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കൊടുത്താൽ ഡി എക്സ് എസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡി തീറ്റ. എക്സ് സൈൻ സ്ക്വയർ തീറ്റ ആണെങ്കിൽ 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആയിരിക്കും, ദാറ്റ് ഈസ് കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ ഈ ഇൻ്റഗ്രൽ എങ്ങനെ ചേഞ്ച് വരും? ഇപ്പോൾ ഇവിടെയുള്ള വേരിയബിൾ എക്സ് ഇസ് വേരിയിങ് ഫ്രം 0 to 1 ആണെങ്കിൽ തീറ്റ നമ്മൾ പുതിയ ഇൻ്റഗ്രലിനകത്ത് തീറ്റ വരിക, തീറ്റയുടെ വേരിയേഷൻ എക്സ് 0 ആവുന്നു. സോ സൈൻ സ്ക്വയർ തീറ്റ 0 ആവുന്നത് തീറ്റ ഏതാവുന്ന സമയത്ത് 0 ആവുന്ന സമയത്ത് എക്സ് 1 ആവുന്നു. സോ സൈൻ സ്ക്വയർ തീറ്റ 1, സൈൻ സ്ക്വയർ തീറ്റ ഇസ് 1 വെൻ തീറ്റ ഇസ് ഈക്വൽ ടു പൈ ബൈ 2. സോ ഈ ഇൻ്റഗ്രൽ ഇങ്ങനെ മാറും. ഇൻ്റഗ്രൽ 0 to pi by 2 ആവും. എക്സ് റേസ് ടു എം മൈനസ് 1. സോ സൈൻ സ്ക്വയർ തീറ്റ റേസ് ടു എം മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് ഇസ് കോസ് സ്ക്വയർ തീറ്റ. സോ കോസ് സ്ക്വയർ തീറ്റ ഓൾ റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ഡി എക്സ് എസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡി തീറ്റ. സോ 2 പുറത്ത്. സോ 2 times 0 to pi by 2. സൈനിൻ്റെ പവർ നോക്കുന്ന സമയത്ത് ഈ 2m minus 2 വരും, പിന്നെ ഒരു സൈൻ തീറ്റയും കൂടി. അപ്പോൾ 2m minus 2 plus 1 ദാറ്റ് ഈസ് 2m minus 1 തീറ്റ. ആൻഡ് കോസിൻ്റെ പവറും അതേമാതിരി തന്നെ 2 into n minus 1 വരണത്. സോ 2n minus 2 ആയി, പിന്നെ ഒരെണ്ണം ഇവിടെ. സോ 2n minus 2 plus 1 വരും, ദാറ്റ് ഈസ് 2n minus 1. സോ ബീറ്റ എം എൻ എസ് ദസ് ഇൻ്റഗ്രൽ. ഇനി അതിനെ ഒന്ന് നേരെ തിരിച്ച് എഴുതി കഴിഞ്ഞാൽ വേറൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് നമുക്ക് കിട്ടുകയാണ്. 0 to pi by 2 സൈൻ റേസ് ടു പി തീറ്റ ഇൻറ്റു കോസ് റേസ് ടു ക്യൂ തീറ്റ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ബീറ്റ എം എൻ ആണെങ്കിൽ അപ്പോൾ ഈ 2 ഉണ്ട്, അപ്പോൾ 2 ഇങ്ങോട്ട് പോരണം. സോ 1/2 ബീറ്റ ഓഫ്, അപ്പോൾ നേരെ തിരിച്ചാണ് ഞാനിവിടെ എഴുതുന്നത്, സൈൻ റേസ് ടു 2m minus 1 കോസ് റേസ് ടു 2n minus 1. സോ 2m minus 1 പകരം ഞാൻ പി എന്ന് എഴുതി. സോ 2m minus 1 ഇസ് ഈക്വൽ ടു പി എന്ന് പറയുമ്പോൾ m ഇസ് ഈക്വൽ ടു പി പ്ലസ് 1/2 വരും. അതേപോലെ n ഇസ് ഈക്വൽ ടു പി പ്ലസ് 1/2. സോ m പി പ്ലസ് 1/2, n ക്യൂ പ്ലസ് 1/2. പിയും ക്യൂവും മാറ്റി വേണമെങ്കിൽ എമ്മും എൻ ആയിട്ട് മാറ്റി എഴുതാം. സോ 0 to pi by 2 സൈൻ റേസ് ടു എം തീറ്റ ഇൻറ്റു cos raised to n theta d theta is equal to half of beta of m plus 1/2 and n plus 1/2. നമ്മൾ നേരത്തെ പറഞ്ഞു എമ്മും എന്നും പോസിറ്റീവ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ ബീറ്റ എം എൻ ഇസ് ഈക്വൽ ടു m minus 1 factorial ഇൻറ്റു n minus 1 factorial ഡിവൈഡഡ് ബൈ m plus n minus 1 factorial. ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് കുറച്ചുകൂടി ജനറൽ കേസ് പ്രൂവ് ചെയ്യും. ദിസ് ഇസ് സെയിം ആസ് ഗാമ എം ഇൻറ്റു ഗാമ എൻ ഡിവൈഡ് ബൈ ഗാമ ഓഫ് എം പ്ലസ് എൻ എന്നും പ്രൂവ് ചെയ്യും. ശരി, ഇപ്പോൾ ഇവിടെ ബീറ്റ എം എൻ നമ്മുടെ കണ്ടീഷൻ പ്രകാരം ബീറ്റ എം എൻ ഇസ് ഈക്വൽ ടു ഇൻ്റർവൽ 0 to 1 എക്സ് റേസ് ടു m minus 1 ഇൻറ്റു 1 minus എക്സ് ഓൾ റേസ് ടു n minus 1 ഡി എക്സ് ആണ്. ഞാനിതിനെ ഒന്ന് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഞാൻ ഇവിടെ 1 minus എക്സ് ഓൾ റേസ് ടു n minus 1 എടുക്കുന്നു, കാരണം ഇതാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പം. സോ 1 minus എക്സ് ഓൾ റേസ് ടു n minus 1 ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. സോ എക്സ് റേസ് ടു m minus 1 ഇൻ്റഗ്രൽ എക്സ് റേസ് ടു m ഡിവൈഡഡ് ബൈ m വരും. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമുക്ക് 0 to 1 മൈനസ്
integral of derivative of first. ഇതാണ് ഞാൻ ഫസ്റ്റ് ഫംഗ്ഷൻ എടുത്തത് 1 minus x the whole raised to n minus 1 ആണ്. സോ n minus 1 into 1 minus x the whole raised to n minus 1 minus 1. സോ n minus 2 ആവും. ഇൻറ്റു 1 minus xൻ്റെ ഡെറിവേറ്റീവ് ചെയ്യുന്ന സമയത്ത് ഒരു മൈനസ് 1 ഉണ്ടാവും. അപ്പോൾ ഇത് പ്ലസ് ആവും. ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ്. സോ എക്സ് റേസ് ടു എം ഡിവൈഡഡ് ബൈ എം ഡി എക്സ്. ലിമിറ്റ് 0 to 1. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇനി 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 minus x 0 ആവും. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു എമ്മിലും 0. അപ്പോൾ ഈ ഫസ്റ്റ് പോർഷൻ പോയി. ബാക്കി വരുന്നത് ഒരു n minus 1 ബൈ എം ഉണ്ട്. And integral 0 to 1 x raised to m into 1 minus x the whole raised to n minus 2 dx. ഇത് നമ്മൾ ബീറ്റ ഫോമിലോട്ട് മാറ്റിയാൽ ബീറ്റ ഫംഗ്ഷൻ്റെ നമ്മൾ ഡെഫിനിഷൻ പ്രകാരം ഇങ്ങനെയായിരുന്നു. ബീറ്റ എം എൻ ഇസ് ഈക്വൽ ടു 0 to 1 x raised to m minus 1 into 1 minus x the whole raised to n minus 1. അപ്പോൾ ശരിക്ക് ഈ പവർ ഒന്ന് ആഡ് ചെയ്യുകയാണ് നേരെ തിരിച്ച് ബീറ്റയിലോട്ട് വരുമ്പോൾ. x raised to m minus 1 ആണെങ്കിൽ ബീറ്റയിലോട്ട് വരുമ്പോൾ m minus 1നോട് 1 ആഡ് ചെയ്യുന്നു, n minus 1നോട് 1 ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ n minus 1 by m into beta of x-ൻ്റെ പവറിനോട് ഒരു 1 ആഡ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് m plus 1. 1 minus x-ൻ്റെ പവറിനോട് ഒരു 1 ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് n minus 1. ഇത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്താൽ സോ ദിസ് ഈസ് n minus 1 by m into ഇതേ കാര്യം ബീറ്റ എം എൻ ഇസ് ഈക്വൽ ടു ഇത് എന്നുള്ളത് വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്താൽ സോ ദിസ് ഇസ് ബീറ്റ എം എൻ ഇസ് ഈക്വൽ ടു ഇങ്ങനെയുള്ളത്. സോ ബീറ്റ എം എൻ ഇസ് ഈക്വൽ ടു ഞാൻ ഈ ബീറ്റ എം പ്ലസ് 1 n minus 1 എന്നുള്ളതിൽ ഈ പ്രോപ്പർട്ടി ഞാൻ അപ്ലൈ ചെയ്യാണ്. സോ എം ഉള്ളത് ഡിനോമിനേറ്ററിൽ വരണം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ എം പ്ലസ് 1 ആണ്. സോ എം പ്ലസ് 1 ഡിനോമിനേറ്ററിൽ വരണം. ദെൻ n minus 1 ആണ്. ഇവിടെ ഓൾറെഡി n minus 1 അപ്പോൾ ഒന്നുകൂടെ മൈനസ് ചെയ്യും. സോ n minus 2 വരും. ഇൻറ്റു ബീറ്റ ഓഫ് ഒന്ന് കൂടണം. സോ m plus 2 ഇവിടെയാണെങ്കിൽ ഒന്ന് കുറയണം. സോ n minus 2 വേണമെങ്കിൽ എഴുതാം. ദാറ്റ് ഈസ് ബീറ്റ ഓഫ് m plus 2 n minus 2. അല്ലെങ്കിൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാം n minus 1 പിന്നെ n minus 2 ആയി. അപ്പോൾ അടുത്ത് വരുമ്പോൾ ഒന്നും കൂടെ കുറയും, n minus 3 ആവും. m plus 1 അപ്പോൾ അടുത്ത m plus 2 വരും. ദെൻ ഇവിടെയാണെങ്കിൽ m n എന്നുള്ളത് കൂടി പോവാണ്. m plus 1 വരുന്നു ആൻഡ് n minus 1 വരുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ കോർഡിനേറ്റ് കുറഞ്ഞ് പോവാണ്. സോ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ n minus 1 by m ഇൻറ്റു n minus 2 by m plus 1 ഇൻറ്റു n minus 3 by m plus 2 ഇൻറ്റു n minus 4 by m plus 3 ഇൻറ്റു ഇങ്ങനെ പോയിട്ട് n minus 1 n minus 2 എക്സെട്ര കുറഞ്ഞ് 1 ആവും. സോ 1 ഡിവൈഡഡ് ബൈ 1 ആവുമ്പോൾ ബീറ്റയ്ക്കകത്തുണ്ടാവുന്നത് എന്തൊക്കെയായിരിക്കും? ഈ n കുറഞ്ഞ് 1 ആവും. സോ 1. സോ m plus 1 ആയി, m plus 2 ആയി, ഇങ്ങനെ കൂടിയിട്ട് n minus 1 ഇത് ഈ n minus 1 എന്നുള്ളത് 1 ആവണമെങ്കിൽ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഈ n-ൻ്റെ അകത്തുനിന്ന് n minus 1 മൈനസ് ചെയ്താലാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ m-നോട് n minus 1 ആഡ് ചെയ്താലാണ്. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ബീറ്റ എം എൻ എന്നുള്ളത് ഈ n കുറഞ്ഞ് 1 ആവുന്നു. സോ n minus 1 സ്റ്റെപ്സ് കഴിയും. n minus 1 ഞാൻ മൈനസ് ചെയ്യണം. m കൂടി പോവുകയാണ്. എത്ര കൂടണം? ഇത് 1 ആവുന്നത് അത്രയും. ഇത് 1 ആവുന്ന പറഞ്ഞാൽ n minus 1 മൈനസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ m-നോട് n minus 1 പ്ലസ് ചെയ്യണം. ഇനി ഇത് n minus 1 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും വരിക എന്നുള്ളതും കൂടെ കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന നോക്കിയാൽ തന്നെ മനസ്സിലാവും. m plus 1 ആകുമ്പോൾ m ആണ്. അപ്പോൾ ഒന്ന് കുറവാണ്. സോ ദിസ് ഇസ് m plus n minus 2 ആണ്. അല്ലെങ്കിൽ ഇവിടെ n minus 1 ആകുമ്പോൾ ഇവിടെ n minus 1 ആണ്. സോ 1 ഓക്കെ, ഇതിനോടൊന്ന് കുറവായിരിക്കും. ഇനി എന്താണ് ഇത്? ഓൾസോ ബീറ്റ ഓഫ് m plus n minus 1 is equal to integral 0 to 1 ഡെഫിനിഷൻ പ്രകാരം x raised to ഇതിനോട് മൈനസ് ചെയ്യണം. സോ m plus n minus 1 ആണ്, ഒന്നും കൂടെ മൈനസ് ചെയ്യും.
and 1 minus x the all raised to n minus 1, that is 0 dx. 1 minus x the all raised to 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആയി. ബാക്കി ആകെ വരുന്ന ഇൻ്റഗ്രൽ 0 to 1 x raised to m plus n minus 2 dx എന്നായി. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് x raised to m plus n minus 2 plus 1 divided by m plus n plus 1 ആയി. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും 0 to 1. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 0 ആവും. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ടേം ബാക്കി വരും. സോ 1 by m plus n minus 1 വരും. അതിവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ this is equal to n minus 1 into n minus 2 into etc. 1 വരെ divided by m into m plus 1 into etc. m plus n minus 2 ഉണ്ട്, പിന്നെ ഇതും കൂടെ വരും. സോ m plus n minus 1 വരെ. സോ ദാറ്റ് ഈക്വൽസ് ഇത് n minus 1 ഫാക്ടോറിയൽ ആയി. ഇവിടെ ശരിക്ക് ഈ m plus 1 ഇങ്ങനെ കൂടി പോയിട്ട് ഇതാണ് വലുത്. ഇതിൻ്റെ അകത്ത് കുറഞ്ഞു വരിക എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ അഡീഷണൽ ആയിട്ട് ഒരു m minus 1 ഫാക്ടോറിയലും കൂടെ ഞാൻ ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്താൽ ഇത് ടോട്ടലായിട്ട് m plus n minus 1 ഫാക്ടോറിയൽ ആവും. പക്ഷെ അങ്ങനെ വെറുതെ എനിക്ക് ഇവിടെ ഇങ്ങോട്ട് 1 2 3 എക്സെട്ര m minus 1 വരെ ഇവിടെ ഡിനോമിനേറ്റർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ന്യൂമറേറ്ററിലും 1 2 3 എക്സെട്ര m minus 1 വരെ കൊടുക്കണം. അപ്പോൾ ആകെ ചെയ്യുന്ന യാത്രേ ഉള്ളൂ. ന്യൂമറേറ്ററിൽ 1 2 3 എക്സെട്ര m minus 1 വരെ കൊടുക്കുന്നു. ദാറ്റ് മീൻസ് m minus 1 ഫാക്ടോറിയൽ കൊടുക്കുന്നു. അതേപോലെ താഴെ m minus 1 ഫാക്ടോറിയൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ടോട്ടൽ m plus n minus 1 ഫാക്ടോറിയൽ എന്നായി. അപ്പോൾ ഒന്നും കൂടി ഒരു സ്റ്റെപ്പും കൂടി അതിൻ്റെ അകത്ത് എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. സോ ഇത്രയേ ഉള്ളൂ. ബീറ്റ mn is equal to m minus 1 factorial into n minus 1 factorial divided by m plus n minus 1 factorial if m and n are positive integers. ഈ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് അല്ലെങ്കിൽ ഇവിടെ വരെയൊക്കെ കറക്റ്റാണ്, ഈ ഫാക്ടോറിയൽ എഴുതാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി പ്രോബ്ലംസിലോട്ട് കിടക്കാം. ഇൻ്റഗ്രൽ 0 to 1 x raised to m into 1 minus x raised to p the all raised to n dx. അപ്പോൾ നമുക്ക് അറിയാവുന്ന കേസാണ് ഇൻ്റഗ്രൽ 0 to 1 x raised to m minus 1 into 1 minus x the all raised to n minus 1 dx ആണെങ്കിൽ അതിന് നമ്മൾ ബീറ്റ ഓഫ് ഈ പവർ ഒന്ന് കൂട്ടും, ദാറ്റ് ഈസ് m, ഈ പവർ ഒന്ന് കൂട്ടും, ദാറ്റ് ഈസ് m. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള ഡിഫറൻസ് ഇത് ഓക്കെ പവർ 1 മൈനസ് എക്സ് അല്ല എക്സ് റേസ് ടു പി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എക്സ് റേസ് ടു പിക്ക് ഒരു z എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ പി എക്സ് റേസ് ടു പി മൈനസ് 1 ഡി എക്സ് എന്നുള്ളതാവും ഡി സെഡ്. ആൻഡ് ലിമിറ്റ് ഇവിടെ ഉള്ളത് എക്സിൻ്റെ വേരിയേഷൻ ഇസ് ഫ്രം 0 to 1 ആണ്. സോ സെഡിൻ്റെ വേരിയേഷൻ ഇസ് ഫ്രം എക്സ് 0 ആകുമ്പോൾ 0 ആൻഡ് അഗെയിൻ സെഡ് 1 എന്ന് തന്നെ വരും. സോ ഈ ഇൻ്റഗ്രൽ ഇങ്ങനെ മാറണം. ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 തന്നെയാണ്. എക്സ് റേസ് ടു എം എന്നുള്ളതിന് പകരം എക്സിൻ്റെ സ്ഥാനത്ത് സെഡ് റേസ് ടു 1 by p ആണ്. അപ്പോൾ ഇവിടെ സെഡ് റേസ് ടു 1 by p ദ ഓൾ റേസ് ടു n. സോ m by p വരും ഇൻറ്റു 1 മൈനസ് എക്സ്. സോ 1 മൈനസ് എക്സ് റേസ് ടു പിക്ക് നമ്മൾ സെഡ്. സോ സെഡ് റേസ് ടു ഏത് വന്നു n ഡി എക്സ് മാറുന്നുണ്ട്. സോ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇത് അങ്ങോട്ട് പോകുന്ന സമയത്ത് 1 by p വരും, ഡി സെഡ് ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു പി മൈനസ് 1 വരും. സോ എക്സ് റേസ് ടു പിന്നെയാണ് നമ്മൾ സെഡ് എന്ന് വിളിച്ചത്. സോ സെഡ് റേസ് ടു പി മൈനസ് 1 ബൈ പി എന്ന് വരും. അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇൻറ്റു 1 by p ഡി സെഡ് ഡിവൈഡഡ് ബൈ സെഡ് റേസ് ടു പി മൈനസ് 1 ബൈ പി എന്ന് വരണം. സോ സെഡിൻ്റെ പവേഴ്സ് ഒരുമിച്ച് എഴുതിയാൽ സെഡ് റേസ് ടു എം ബൈ പി ഇവിടെ ഉണ്ട്. ഇത് ശരിക്കും 1 മൈനസ് 1 by p ആണ്. ഈ 1 മൈനസ് 1 by p എന്നുള്ള മുകളിലോട്ട് എടുക്കുന്ന സമയത്ത് 1 by p മൈനസ് 1 വരും. സോ പ്ലസ് 1 by p മൈനസ് 1 ഇൻറ്റു 1 മൈനസ് സെഡ് ദ ഓൾ റേസ് ടു n ഡി സെഡ് വരും. സോ ദാറ്റ് ഈസ് 1 by p ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 അവിടെ 0 to 1. ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് സെഡ് റേസ് ടു എം പ്ലസ് 1 by p മൈനസ് 1 ആൻഡ് 1 മൈനസ് സെഡ് ദ ഓൾ റേസ് ടു n ഡി സെഡ്. ഇനി നമ്മളത് ബീറ്റയിലോട്ട് മാറ്റിയാൽ ദാറ്റ് ഈസ് 1 by p ഇൻറ്റു ബീറ്റ ഓഫ്
ഞാൻ പറഞ്ഞു എന്താണോ ഇവിടെ പവർ ഉള്ളത് അതിനോട് ഒന്ന് ആഡ് ചെയ്യുന്നു. സോ ദിസ് ഇസ് m+1/pi ആൻഡ് ഇവിടെ n ഉള്ളത് ഒന്ന് ആഡ് ചെയ്യുന്നു. സോ n+1. അപ്പോൾ അത് നമുക്കൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയത് എക്സിന് പകരം x⁻p ആവുന്ന കേസിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആയത് ഇങ്ങനെ വരും. ഇൻ്റഗ്രൽ 0 to 1 x⁻m into 1 - x⁻p⁴n dx is equal to ഈ രീതിയിൽ നമുക്ക് ഓർത്ത് വയ്ക്കാം. എന്തായാലും x⁻pക്ക് പുതിയ വേരിയബിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ അതേപോലെയാണ് ഈ കേസുകൾ ഓരോന്നും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സോ ദിസ് ഇസ് ഈക്വൽ ടു നോക്കുക, കമ്പയർ ചെയ്യുന്ന സമയത്ത് എമ്മിൻ്റെ പ്ലേസിൽ 5 ആണ്, എന്നിൻ്റെ പ്ലേസിൽ 3 ആണ്, പിയുടെ പ്ലേസിലും 3 ആണ്. സോ ദിസ് ഇസ് 1/p, so that is 1/3 into beta of m+1, that is 6 by p, that is 3, comma n+1, that is 4. So that is 1/3 into beta of 2, 4 എന്ന് വരും. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പ്രകാരം ദിസ് ഇസ് m-1 ഫാക്ടോറിയൽ. സോ m-1 ഫാക്ടോറിയൽ ഇസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ m+n-1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. സോ 5 ഫാക്ടോറിയൽ. ഇതിൻ്റെ ഒരു 1/3 ഇവിടെ പുറത്തുള്ളതുണ്ട്. സോ 1/3 ഉണ്ടാവും. സോ 3 ഫാക്ടോറിയലും 1/3 കട്ട് ചെയ്യുമ്പോൾ ഒരു 2 ആ വരിക. സോ 2 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 × 4 × 3 × 2 × 1, ദാറ്റ് ഇസ് 120 ആണ്. സോ കട്ട് ചെയ്യുമ്പോൾ 1/60 എന്ന് വരും. ഈ ക്വസ്റ്റിനോട്ട് പോയാൽ x⁻m into 1 - x². അപ്പോൾ പിയുടെ പ്ലേസിൽ 2 വന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ 1/2 ബീറ്റ ഓഫ് m+1/2 ആൻഡ് n+1. അപ്പോൾ ഒന്നെങ്കിൽ ഈ ഫോർമുല ഓർത്ത് വെച്ചിട്ട് അങ്ങനെ എഴുതാം. ഇനി അല്ലെങ്കിൽ ഇതിൽ ചെയ്തതെന്തോ അത് തന്നെ ചെയ്താൽ മതി. x² പുതിയ വേരിയബിളായിട്ട് z എന്ന് കൊടുക്കാം. ഇത് നമ്മൾ ബീറ്റ ഫംഗ്ഷൻ്റെ ഫോമിലോട്ട് എഴുതിയാൽ ഈ താഴെയുള്ള 1 - x⁵5 നമുക്ക് ന്യൂമറേറ്ററിലോട്ട് എടുക്കാം. സോ 0 to 1 x² into 1 - x⁵5 the all raised to -1/2 എന്ന് വരും. സോ പിയുടെ പ്ലേസിൽ 5 ആണ്. സോ 1/5 ബീറ്റ ഓഫ് m+1, എമ്മിൻ്റെ പ്ലേസിൽ 2 ആണ്. സോ 3/5 വരും. ആൻഡ് n+1 -1/2 + 1 is 1/2. അഗൈൻ ഇവിടെ നമുക്ക് വേണേൽ x⁵5ന് z എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ രീതിയിൽ ട്രൈ ചെയ്യാം. അഗൈൻ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ബീറ്റ ഫംഗ്ഷൻ. അപ്പോൾ അടുത്തത് പക്ഷേ ഇത് ഒരു കോംപ്ലിക്കേറ്റഡ് എക്സ്പ്രഷനാണ്. x-a⁻m-1 b-x⁻n-1 അപ്പോൾ ഈ x-a എന്നുള്ള നമുക്ക് പുതിയ വേരിയബിളിലോട്ട് കൊണ്ടുവരേണ്ടി വരും, z-ലോട്ട് കൊണ്ടുവരേണ്ടി വരും. പക്ഷേ അവിടെയുള്ള പ്രശ്നം x-a z-ലോട്ട് കൊണ്ടുവന്നാലും ഇവിടെ ഉണ്ട് x. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ടേക്ക് x is equal to a plus b minus a into z, അല്ലെങ്കിൽ x minus a is equal to b minus a into z ആവും. സോ x minus a is equal to b minus a into z ആവുന്ന സമയത്ത് എന്തായിരിക്കും b minus x വരിക എന്നുള്ളത് നോക്കി നോക്കുക. സോ b minus x is equal to that implies b minus x is equal to നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ b minus a minus b minus a z വരും. സോ ദാറ്റ് ഈസ് b minus a into 1 minus z എന്ന് വരും. ആൻഡ് അപ്പോൾ ഇവിടെ ഏകദേശം x minus a എന്നുള്ളത് നമുക്ക് b minus z എന്ന് എഴുതാം. സോ ഈ ഇൻ്റഗ്രൽ ഇങ്ങനെ മാറും. ഇൻ്റഗ്രൽ x minus a എന്നുള്ളത് b minus a z ആണ്. സോ b minus a raised to m-1 into z raised to n-1. then b minus x എന്നുള്ളത് b minus a into 1 minus z. സോ b minus a the all raised to n-1 into 1 minus z the all raised to n-1 വരും. ഇത് m ആണ്. ഓക്കെ. ആൻഡ് dx എന്നുള്ളത് ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് dx is equal to a പോയി b minus a into dz എന്നാണ് വരേണ്ടത്. സോ again b minus a into dz. ലിമിറ്റ് x is varying from a to b. സോ z-ൻ്റെ വേരിയേഷൻ. സോ z is varying from x a ആവുന്ന സമയത്ത് എക്സിന് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0 ആയി. സോ z is equal to 0 എന്ന് തന്നെ വരിക. 0 to
Now x b ആവുന്ന സമയത്ത് b minus a is equal to b minus z. So കട്ട് ചെയ്യുമ്പോൾ 1 ആയി. So 0 to 1. അപ്പോൾ അവിടെ പ്രശ്നങ്ങളില്ല. So that is equal to b minus aയുടെ പവർ നമുക്ക് നോക്കുമ്പോൾ m minus 1 ഉണ്ട്, n minus 1 ഉണ്ട്, പിന്നെ ഒരു 1 കൂടെ ഉണ്ട്. So m plus n minus 1 വരും. അത് കോൺസ്റ്റൻ്റാണ്. So b minus a the all raised to m plus n minus 1 into ബാക്കി വരുന്ന ഇൻ്റഗ്രൽ 0 to 1 z raised to m minus 1 into 1 minus z the all raised to n minus 1 dz എന്ന ഇവിടെ എക്സിന് പകരം z എന്ന് വന്നേ ഉള്ളൂ. ഈ ഇൻ്റഗ്രൽ ഏത് തന്നെയാണ്? ബീറ്റ എം എൻ തന്നെയാണ്. സോ ദിസ് ഇസ് ബി മൈനസ് എ ദ ഓൾ റേസ് ടു എം പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ബീറ്റ എം എൻ. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഓർത്ത് വയ്ക്കുക. നീറ്റായിട്ട് ഓരോ കാര്യങ്ങളും, അതായത് എന്തൊക്കെ മാറ്റണോ അതെല്ലാം തന്നെ ലിമിറ്റ് അടക്കം മാറ്റുന്നത് ശ്രദ്ധിച്ച് ചെയ്താൽ പ്രശ്നമില്ല. നോക്കാം അടുത്ത പ്രോബ്ലം. Show that interval 0 to infinity x raised to m minus 1 divided by 1 plus x all raised to m plus n dx is beta m n. അതേപോലെ തന്നെ ഇവിടെ അത് തന്നെയായി, ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷേ ലിമിറ്റ് 0 to 1 ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ശരി, ഇവിടെ interval 0 to infinity x raised to m minus 1 divided by 1 plus x all raised to m plus n dx എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. this is 0 to infinity x divided by 1 plus x അത് all raised to m minus 1. അതായത് ഈ താഴെയുള്ള 1 plus x all raised to m plus n ൻ്റെ അകത്തുനിന്ന് ഞാനൊരു n minus 1 എടുക്കുന്നു ഇൻറ്റു അപ്പോൾ ബാക്കി വരാവുന്ന 1 by 1 plus x അത് all raised to ഓൾറെഡി m minus 1 വന്നിട്ടുണ്ട്. ഞാൻ m minus 1 ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് എത്രയും കൂടിയേ ബാക്കി ഉണ്ടാവുള്ളൂ? n plus 1 ബാക്കി ഉണ്ടാവണം dx. എന്നാൽ നമ്മൾ മൊത്തം പവർ ആഡ് ചെയ്യുന്ന സമയത്ത് 1 plus x അത് ഓൾ റേസ് ടു m minus 1ഉം n plus 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ m plus n ആവും. എന്നിട്ട് ഇതിനെ ഞാൻ പുതിയൊരു വേരിയബിളായിട്ട് എടുക്കുന്നു. ലെറ്റ് x by 1 plus x is equal to z. Then 1 minus z is equal to 1 minus z എന്ന് പറഞ്ഞാൽ 1 minus x by 1 plus x ആവും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 plus x minus x by 1 plus x ആയി. അത് 1 by 1 plus x ആവും. അപ്പോൾ ഇതിനെ z എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതെന്തായി? 1 minus z ആയി. ഓക്കെ, dx is equal to അതിന് ഞാൻ ഇവിടെ നേരെ തിരിച്ചെടുക്കുകയാണ്. dz is equal to കോഷ്യൻ റൂൾ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 plus x into derivative of x is 1 minus x into derivative of 1 plus x is 1 divided by 1 plus x the whole square എന്ന് വരും. So that is 1 by 1 plus x the whole square. And limit നോക്കിക്കഴിഞ്ഞാൽ x is varying from 0 to infinity. So x 0 ആവുന്ന സമയത്ത് z 0 and x ഇൻഫിനിറ്റിയിലോട്ട് പോകുന്ന സമയത്ത് z is equal to limit x tends to infinity x by 1 plus x ആണ്. സോ എക്സ് ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ മുകളിലും താഴെയും എക്സ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 1 ബൈ എക്സ് പ്ലസ് 1 എന്ന് വരും. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, ഇത് 0 ആയി. സോ ഇസ് ഈക്വൽ ടു 1. സോ 0 to 1 ആണ്. സോ ഈ ഇൻ്റഗ്രൽ ഇങ്ങനെ മാറും. ദാറ്റ് ഇൻ്റഗ്രൽ ബിക്കം ഇൻ്റഗ്രൽ 0 to 1. ഇത് z. സോ z റൈസ് ടു m minus 1. 1 by 1 plus x the all raised to n plus 1. That is 1 minus z. 1 by 1 plus x എന്ന് പറഞ്ഞാൽ 1 minus z ആണ്. So 1 minus z the all raised to n plus 1 ആയി. Now what is dz? dz is 1 by 1 plus x ൻ്റെ സ്ക്വയർ ഒരു dx ഉണ്ട്, അതുകൂടെ ശ്രദ്ധിക്കണം. dx is equal to നമുക്ക് z-ലോട്ടല്ലേ വേണ്ടത്. സോ dx is equal to 1 plus x the whole square into dz എന്ന് വരും. അത് z-ലോട്ട് മാറ്റി എഴുതി കഴിഞ്ഞാൽ 1 by 1 plus x ആണ് 1 minus z. So 1 plus x is 1 by 1 minus z ൻ്റെ സ്ക്വയർ വരും dz. സോ അത് ഇവിടെ എഴുതിയാൽ 1 by 1 minus z ൻ്റെ സ്ക്വയർ ഇൻറ്റു dz എന്ന് വരും. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റായിട്ട് ചെയ്താൽ പ്രശ്നമില്ല.
So this is integral 0 to 1 z raised to m minus 1 into 1 minus z raised to ഇവിടെ ഒരു n plus 1 വന്നു, ഇവിടെ ഒരു 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ n minus 1 ആവും dz. So that is beta mn. ഇനി രണ്ടാമത്തെ പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലത്തിൽ ഇതിനെ ഈ ലെഫ്റ്റ് സൈഡിലുള്ളതിനെ, സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതിനെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. കാരണം ഒരേ പാറ്റേണിലാണ് ഇവിടെയുള്ളത്. 0 to 1 x raised to m minus 1 divided by 1 plus x all raised to m plus n dx plus 0 to 1 x raised to n minus 1 divided by 1 plus x all raised to m plus n dx. So ഇതേ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ നമ്മൾ വരുത്തി കഴിഞ്ഞാൽ ടേക്ക് x by 1 plus x is equal to z. ബാക്കിയൊക്കെ ഒരുപോലെയാണ്. ആൻഡ് എക്സ് ഇസ് വേരിയിങ് ഫ്രം 0 to 1. സോ z is varying from x 0 ആകുമ്പോൾ 0 ആവും, x 1 ആകുമ്പോൾ ഇത് 1/2 ആവും. അപ്പോൾ ഈ ഇൻ്റഗ്രൽസ് ഇങ്ങനെ മാറും. ഇതിൻ്റെ അകത്ത് ബാക്കി ഒന്നിനും ചേഞ്ച് ഇല്ല. സോ ഇൻ്റഗ്രൽ ഇങ്ങനെ മാറും. ഇൻ്റഗ്രൽ 0 to 1 എന്നുള്ളതിന് പകരം ഇവിടെ വരാൻ പോകുന്നത് 0 to 1/2 ആവും. z raised to m minus 1 into 1 minus z all raised to n minus 1 dz പ്ലസ് ഇത് രണ്ടിലും ഒരേ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഞാൻ വരുത്തുന്നത്. 0 to 1/2. പക്ഷേ ഇവിടെ എക്സ് റേസ് ടു m minus 1 പകരം ഇവിടെയുള്ള എക്സ് റേസ് ടു n minus 1 ആണ്. അപ്പോൾ എമ്മും എന്നും അങ്ങോട്ട് മാറിയിട്ടുണ്ട്. സോ z റേസ് ടു n minus 1 into 1 minus z all raised to m minus 1 dz എന്ന് വരും. ഒന്ന് 0 to 1/2 ആണ്, മറ്റേത് രണ്ടും 0 to 1/2 ആണ്. പക്ഷേ ഇവിടെ ഉള്ള ഒരു പ്രശ്നം, ഒന്നിൽ ഇവിടെ z-ൻ്റെ പവർ m minus 1 ആണ്, ഇവിടെ z-ൻ്റെ പവർ n minus 1 ആണ്. ഈ 0 to 1 ആയിരുന്നെങ്കിൽ ബീറ്റ എം എൻ സെയിം ആസ് ബീറ്റ എൻ എം എന്നുള്ള ഉപയോഗിക്കായിരുന്നു. അപ്പോൾ അത് പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ രണ്ടാമത്തെ ഇൻ്റഗ്രലിൻ്റെ അകത്ത് ചെറിയൊരു ചേഞ്ച് ഇവിടെ വരുത്തുകയാണ്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് രണ്ട് I1 I2 എന്നൊക്കെ എടുത്തിട്ട് എഴുതിക്കോളൂ. ഇവിടെ ഞാൻ എനിക്ക് ഒരേ പവറിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 1 minus z is equal to ഒരു t എന്നെടുക്കുകയാണ്. സോ മൈനസ് dz is equal to dt ആയി. ആൻഡ് z is varying from 0 to 1/2. അപ്പോൾ ഇവിടെ ടിയുടെ വേരിയേഷൻ ഇസ് ഫ്രം, നമ്മൾ പുതിയ വേരിയബിൾ ടി ആക്കുകയാണ്. അപ്പോൾ ടിയുടെ വേരിയേഷൻ ഇസ് ഫ്രം z 0 ആവുന്ന സമയത്ത് 1 ആയി, ആൻഡ് z 1/2 ആവുന്ന സമയത്ത് 1 minus 1/2 is 1/2. സോ ഈ ഇൻ്റഗ്രൽ ഇങ്ങനെ മാറും. ഇൻ്റഗ്രൽ 1 to 1/2 z raised to n minus 1. ഈ 1 minus z all raised to m minus 1 എന്നുള്ളത് t raised to m minus 1 ആവും. ആൻഡ് z എന്നുള്ളത് 1 minus t ആവും. സോ 1 minus t all raised to n minus 1. ആൻഡ് dz എന്നുള്ളത് മൈനസ് dt ആവും. സോ മൈനസ് ഡി ടി എന്നുള്ളത് ഞാനിവിടെ ലിമിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സോ 1/2 to 1. അപ്പോൾ ഇത് നേരെ താഴെ ഇങ്ങോട്ട് ഇറക്കി വന്നു കഴിഞ്ഞാൽ 0 to 1/2 z raised to m minus 1 into 1 minus z all raised to n minus 1 dz എന്ന് പോകും. ഇപ്പോൾ നോക്കുമ്പോൾ 0 to 1/2 ഒരു ഇൻ്റഗ്രൽ, ആൻഡ് അതേ ഇൻ്റഗ്രൽ തന്നെയാണ്. വേരിയബിൾ മാറിക്കഴിഞ്ഞാൽ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഒന്നും മാറ്റം വരുന്നില്ല. പക്ഷേ 1/2 to 1 ആണ്. അപ്പോൾ ഒരേ ഫംഗ്ഷൻ തന്നെയാണ്. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എഴുതാം ഇത് 0 to 1 വരെ. ഇപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ടി എന്നുള്ളത് മാറ്റിയിട്ട് കുറച്ചുകൂടി മനസ്സിലാവാൻ എളുപ്പത്തിന് 0 to 1/2 z raised to m minus 1 into 1 minus z all raised to n minus 1 dz പ്ലസ് 1/2 to 1. ഈ വേരിയബിളിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഞാൻ z raised to m minus 1 into 1 minus z all raised to n minus 1 dz എന്ന് എഴുതുന്നു. 0 to 1/2 1/2 to 1 രണ്ടുകൂടി ആഡ് ചെയ്യുമ്പോൾ 0 to 1 ആയി. സോ 0 to 1 എന്ന് പറഞ്ഞാൽ അതേത് തന്നെയാണ് ബീറ്റ എം എൻ ആയി. സോ ദിസ് ഇസ് ഇൻ്റർവൽ 0 to 1 z raised to m minus 1 into 1 minus z all raised to n minus 1 dz. That is beta of mn. അപ്പോൾ അതിൽ ഒരുമിച്ച് പറയാനുള്ള കാരണം ഒരേ സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ വരുത്തുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നതാണ് ഇതിനെ x by 1 plus x the all raised to x by 1 plus x the all raised to m minus 1 into 1 by 1 plus x the all raised to n plus 1 എഴുതുന്നു. ഇത് z ആണെങ്കിൽ ഇത് 1 minus z ആണ്.
ദെൻ ഡി സെഡ് വരുന്ന സമയത്ത് ആ ഡി സെഡും ഡി എക്സും ഒന്ന് നോക്കിയാൽ മതി. സോ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1/1 - z ഹോൾ സ്ക്വയർ ഡി സെഡ് ആണ്. അപ്പോൾ അതും കൂടെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കാര്യം ഓക്കെ. അതേ കാര്യം തന്നെ ഇവിടെ ചെയ്യുന്നത്. പക്ഷേ ചെറിയൊരു പ്രശ്നം വരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലിമിറ്റ് 0 to 1 ആയതുകൊണ്ട് 0 to 1/2 വരും. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പവർ മാറും. ഈ മാറ്റം ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് 1 - z = t എന്ന് എടുത്തിട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നു. അടുത്ത പ്രോബ്ലം, ഇഫ് p > 0 q > 0 പ്രൂവ് ദാറ്റ്. അപ്പോൾ അതിൽ ആദ്യത്തെ എടുത്താൽ ഞാൻ ബീറ്റ ഓഫ് p+1 q സ്റ്റാർട്ട് ചെയ്യാം. ബീറ്റ ഓഫ് p+1 q എന്നുള്ളത് ബൈ ഡെഫിനിഷൻ 0 to 1 x raised to p+1 - 1, that is p, and 1 - x all raised to q - 1 dx. സോ ഇവിടെ 1 - x all raised to q - 1 ഉണ്ട്. ഇവിടെ x raised to p അല്ലേ. സോ അതിനെ ഞാൻ ഒന്ന് ഇങ്ങനെ മാറ്റിയിരുന്നു. ദാറ്റ് ഈസ് ബീറ്റ എം എന്നിൽ റേസ് ടു p - 1 അല്ലേ. അപ്പോൾ അതുകൊണ്ട് റേസ് ടു p - 1 എന്നെഴുതുന്നു. അപ്പോൾ ഇൻറ്റു ഒരു എക്സ് ഉണ്ടാവും, ആൻഡ് 1 - x all raised to q - 1 അവിടെ ഉണ്ട്, ഇൻറ്റു എക്സ് ഡി എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റർവൽ 0 to 1 x raised to p - 1 ഇൻറ്റു 1 - x all raised to q - 1 ഇൻറ്റു ഈ എക്സ് എന്നുള്ളതിനെ ഞാൻ 1 - 1 - x എന്ന് എഴുതണം. 1 - 1 - x x dx. ഇനി ഇതിനെ രണ്ടായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ്റർവൽ 0 to 1, ഒന്ന് 1 ഇൻറ്റു ഇത്രയും, ദാറ്റ് ഈസ് x raised to p - 1 ഇൻറ്റു 1 - x all raised to q - 1 dx, മൈനസ് ഇൻ്റർവൽ 0 to 1, രണ്ടാമത്തത് 1 - x ഇൻറ്റു ഇത്രയും. സോ x raised to p - 1 അവിടെയുണ്ട്, ആൻഡ് 1 - x all raised to q - 1 പിന്നെ ഒരു 1 - x കൂടി. സോ q dx. ഇനി അതിന് ബീറ്റയിലോട്ട് പോന്നാൽ ദിസ് ഇസ് ബീറ്റ ഓഫ് p - 1 അപ്പോൾ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ p, q - 1 ഒന്ന് ആഡ് ചെയ്യുമ്പോൾ q, മൈനസ് ഇത് ബീറ്റ ഓഫ് 0 to 1 x raised to p - 1 അപ്പോൾ p, ആൻഡ് പവർ ഒന്ന് ആഡ് ചെയ്തിട്ട് എഴുതണം, അപ്പോൾ q + 1. സോ ഇതിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ബീറ്റ ഓഫ് p+1 q പ്ലസ് ബീറ്റ ഓഫ് p q + 1 is equal to ബീറ്റ ഓഫ് pq. ഇനി രണ്ടാമത്തെ ചെയ്യാൻ ഞാൻ വീണ്ടും കൺസിഡർ ബീറ്റ ഓഫ് p q + 1. ബീറ്റ ഓഫ് p q + 1 എന്ന് പറഞ്ഞാൽ ഇൻ്റർവൽ 0 to 1 x raised to p - 1 and 1 - x all raised to q dx. എന്നിട്ട് അതിലൊന്ന് ഞാൻ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാണ്. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പം ഈ x raised to p - 1 ആയതുകൊണ്ട് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് 1 - x all raised to q എടുക്കുകയാണ്. സോ 1 - x all raised to q ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ദാറ്റ് ഇസ് q ഇൻറ്റു 1 - x all raised to q - 1, ആൻഡ് 1 - xൻ്റെ ഡെറിവേറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു മൈനസ് ഉണ്ടാവും. സോ ഇവിടെ പ്ലസ് ആവും, ഇൻറ്റു integral of second, that is x raised to p divided by p dx. First function into integral of second minus derivative of first into integral of second. So that is, and we will limit apply under 0 to 1 and 0 to 1. 1 substituting with 0 is 0 substituting with 0. Above part of nokanda baki q by p into integral 0 to 1 x raised to p into 1 minus x all raised to q minus 1 dx. That is q by p into നമ്മൾ ബീറ്റയിലോട്ട് മാറ്റിയാൽ എക്സ് റേസ് ടു പി ആണ്. അപ്പോൾ പി പവർ +1, സോ p + 1, ഇവിടുത്തെ പവർ +1, ദാറ്റ് ഇസ് q. സോ ഒന്ന് ക്രോസ് ആയി നമുക്ക് വേണ്ട രീതിയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ബീറ്റ ഓഫ് p q + 1 by q is equal to beta of p + 1 q by p. p q + 1 by q is equal to p + 1 q divided by p. അപ്പോൾ അത് ഓക്കെ ആണ്. ഇനി ഞാൻ ഈ കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ അപ്ലൈ ചെയ്യാണ്.
കോമ്പൗണ്ടിൻ്റെ ഡിവിഡൻഡോ ഇതായിരുന്നു. ഇഫ് എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി, ദെൻ എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി ഈസ് ഈക്വൽ ടു എ പ്ലസ് സി ബൈ ബി പ്ലസ് ഡി. എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ എ പ്ലസ് സി ബൈ ബി പ്ലസ് ഡി എന്ന് പറയുന്ന ഫ്രാക്ഷൻ ഈ ഓരോ ഫ്രാക്ഷനും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ ഓഫ് പി ക്യൂ പ്ലസ് 1 ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ബീറ്റ ഓഫ് പി പ്ലസ് 1 ക്യൂ ബൈ പി ഇസ് ഈക്വൽ ടു ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സമ്മ ബീറ്റ ഓഫ് പി ക്യൂ പ്ലസ് 1 പ്ലസ് ബീറ്റ ഓഫ് പി പ്ലസ് 1 ക്യൂ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ. ഇനി ആദ്യം നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചത് അപ്ലൈ ചെയ്താൽ ബീറ്റ ഓഫ് പി ക്യൂ പ്ലസ് 1 പ്ലസ് ബീറ്റ ഓഫ് പി പ്ലസ് 1 ക്യൂ എന്നുള്ളത് ബീറ്റ പി ക്യൂ ആണ്. സോ ദിസ് ഈസ് സെയിം ആസ് ബീറ്റ പി ക്യൂ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ. അപ്പോൾ കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യുന്നില്ല. ഇവിടെ ഒരു എഴുതിയിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് എക്സിനെ 1 - 1 - x എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ റിസൾട്ട് കിട്ടിയത്. ഇവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുന്നു, ആദ്യത്തെ പാർട്ട് കിട്ടി, പിന്നെ കോമ്പൗണ്ടോ ഡിവിഡൻഡോ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് മാത്രമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഇതും കൂടെ എഴുതിയിട്ട് ചെയ്താൽ നീറ്റായി. അപ്പോൾ ബീറ്റ ഫംഗ്ഷൻസിൻ്റെ ഇത്രയേ ഉള്ളൂ. അടുത്തതിൽ ഗാമ ഫംഗ്ഷനും ബീറ്റ ഫംഗ്ഷനും തമ്മിലുള്ള കണക്ഷൻ.